ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മാമ്പഴ പച്ചടി തയ്യാറാക്കിയാലോ. അതിനായിട്ട് 5-6 മാമ്പഴം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ശർക്കര, ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം, അതായത് മാമ്പഴമെല്ലാം മൂടിക്കിടക്കുന്ന അത്ര വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് നല്ലപോലെ തിളപ്പിക്കണം. അതായത് ഒരു ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ശർക്കര ആ മാമ്പഴത്തിൻ്റെ പഴമെല്ലാം മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് തേങ്ങ അരച്ചത്, തേങ്ങയും ജീരകവും കടുവും കൂടെ ഒരു മീഡിയം രീതിയിൽ അരച്ചത് കൂടി ചേർത്ത് ഇതിൽ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അത് ആ തളയെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ തേങ്ങ അരപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങയും ജീരകത്തിൻ്റെയും കടുകിൻ്റെയും ആ ഒരു ഫ്ലേവറും കൂടി അതിനകത്തൊന്ന് മിക്സ് ആകുമ്പോഴത്തേക്കും ഒരു നല്ല സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കടുകും കൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ കറിയിലോട്ട് താളിച്ചതങ്ങ് ചേർക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പച്ചടി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ്. ഈ മാമ്പഴ പച്ചടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാം. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം.